ഇല്ല കുറച്ചുകൂടി താഴ്ത്തി പിടിക്കും. അങ്ങനെ വഴക്കു കേൾക്കാൻ മനസ്സിനെ തയ്യാറാക്കിയാണ് ആരാണ് ദക്ഷിണ എന്ന കഴിഞ്ഞ വീഡിയോ തുടങ്ങി വെച്ചത്. പക്ഷേ നിങ്ങൾ ഞങ്ങളെ നിരാശപ്പെടുത്തി, പ്രോത്സാഹിപ്പിച്ചു. മുത്തശ്ശിയുടെ ശബ്ദം കേട്ട് ശീലിച്ച നിങ്ങൾക്കിടയിലേക്ക് ഞങ്ങളുടെ ശബ്ദം വരുമ്പോഴുണ്ടാകുന്ന സമാധാനക്കേട് അറിയാമായിരുന്നു. എന്നാലും എല്ലാ കാര്യങ്ങളും മുടങ്ങാതെ നോക്കി നടത്തേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്, ശീലവും അതാണ്. മുത്തശ്ശി വരുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ ഉഷാറാക്കാം. കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ ഓരോരുത്തരും തന്ന സ്നേഹം ഇതെല്ലാം തുടരാനുള്ള വലിയ കാരണങ്ങളിൽ ഒന്നാണ്. സ്നേഹത്തോടെ തുടരുന്നു. സ്വന്തമായി നല്ലൊരു ക്യാമറ വേണം, അതാണല്ലോ പറഞ്ഞു നിർത്തിയത്. കയ്യിലുണ്ടായിരുന്ന ക്യാനൻ 1200D ഉപയോഗിച്ച് സാരംഗിൻ്റെ ചരിത്രം പറഞ്ഞു തുടങ്ങിയിരുന്നു. അതിനൊപ്പം തന്നെ ചെറിയ രീതിയിൽ പാചക വീഡിയോകളും ചെയ്യാൻ തുടങ്ങി. മുൻപ് പറഞ്ഞതുപോലെ മറ്റു പല വിഷയങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം ഞങ്ങൾ 4 പേരും പാചകവും പഠിക്കുന്നുണ്ടായിരുന്നു. ഒരുവിധം എല്ലാ കറികളും പലഹാരങ്ങളും ഉണ്ടാക്കാൻ 4 പേർക്കും അറിയാം. അമ്മയാണ് ഞങ്ങളെ പാചകം പഠിപ്പിച്ചത്. എന്നാലും അമ്മ ഉണ്ടാക്കുന്നതിൽ ഇനിയും ഒരുപാട് റെസിപ്പികൾ ഞങ്ങൾക്ക് അറിയാത്തതുണ്ട്. അങ്ങനെ പുതിയ ചില ചിന്തകളും ഇതിനിടയിൽ വന്നു കയറി. ഞങ്ങൾക്കറിയാത്ത, അമ്മയ്ക്ക് മാത്രം അറിയാവുന്ന, അറിഞ്ഞു വച്ചില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന റെസിപ്പികൾ സംരക്ഷിക്കണ്ടേ? അതും വീഡിയോ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എല്ലാ കാലത്തും അതവിടെ ഉണ്ടാകും, വേണ്ടപ്പോഴൊക്കെ എടുത്ത് കാണാമല്ലോ എന്നൊരു ചിന്ത. അതിൻ്റെ ഭാഗമായാണ് പാചക ഷൂട്ടും തുടങ്ങി വെച്ചത്. വേണ്ട മോളെ, ആ 200 പൊക്കി പിടിക്കുമ്പോൾ നല്ല പോലെ ലൈറ്റ് കുറച്ച് പൊക്കി പിടിക്കണേ, ഇങ്ങോട്ട് നോക്കണ്ട, പൊക്കി പിടിച്ചാൽ. ഇതായിരുന്നു അന്നത്തെ ആ അടുക്കള. ആർട്ടെന്ന് പറഞ്ഞിട്ട് വിഭാഗം നമ്മൾ വയ്ക്കുമ്പോഴേ വേറെ ലെവലാണ് കേട്ടോ. പക്ഷേ ചേട്ടൻ ഗോ ബാക്ക്, കണ്ണും കയറി വരണ ഞാനും ശരിയാണ്ടിരുന്ന അതിനെ കണ്ട പാവം തോന്നുന്നു. ആ തട്ട വെച്ചിട്ട് നോക്കാം. നമുക്കെല്ലാം അറിയുള്ളൂ, 2 പ്ലേറ്റ് രാവിലെ പൂച്ചിതാണ്. വീഡിയോ ഇത് വഴുതനങ്ങയാണ്, സൊളാനേസി. പിന്നീട് അടുക്കള അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് കുറച്ചൊന്ന് വലിപ്പപ്പെടുത്തി. ചരിത്രവും പാചകവും ഒക്കെയായി ഷൂട്ട് മുൻപോട്ട് പോയി. ഈ അച്ഛനൊന്ന് മാറ്റാൻ ആഹാരം കൊടുക്കാം. വരരുചി കുളിയും കഴിഞ്ഞു വന്നപ്പോൾ ഒന്നിറങ്ങിക്കോ. ആനയെ വാടും പോലെ ഇപ്പൊ എനിക്കല്ലേ ഉയരം. കർക്കിടകത്തിലെ ചിട്ടകളെല്ലാം ആരും തീരെ കൊടുക്കില്ല. നല്ല കാഴ്ചശക്തി ഉണ്ടാകാനുള്ള മറന്നുപോയി. 1995 ഇപ്പോഴാണ് കിട്ടിയത്. ആ അത്ഭുതം കാണാൻ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞാൽ ക്ലാസ് നിറയെ കുട്ടികളുണ്ട്, 10-40 കുട്ടികളിരിപ്പുണ്ട്. അതിനകത്തൊരു 5-8 ആൺകുട്ടികളുണ്ട്. എനിക്കറിയാം, എനിക്ക് തന്നെ കുറച്ച് സമാധാനവും സന്തോഷവും ക്ലാസ്സിൽ വരാനുള്ള ഒരു ഉത്സാഹവും ഒക്കെ ഉണ്ടായി തുടങ്ങി.
ചരിത്രം 14 ഭാഗങ്ങൾ ചെയ്തപ്പോഴേക്കും ക്യാമറ കേടായി. അങ്ങനെ പാചകവും ചരിത്രവും പാതി വഴിയിലായി. പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ചമന്ദിരം എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടുത്തെ കാര്യവും. ഒരു സൈഡിൽ നിന്നും കെട്ടിപ്പൊക്കി കൊണ്ടുവരുമ്പോഴേക്കും മറ്റേ സൈഡ് പകുതിയും പോയിട്ടുണ്ടാവും. ഒരു സൈഡാണോ മുള വെച്ചിട്ട് ഫില്ല് ചെയ്യണോ? ഒരു സൈഡ് വെച്ചാൽ നിൽക്കില്ലല്ലോ. ഇപ്പം ഇവിടെ ഇങ്ങനെ കുറ്റി ഒരു സൈഡ് ആട്ടിയേക്കും ഇങ്ങനെ, ഈ ഗ്യാപ്പിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത. പറമ്പ് പണി മുതൽ വീടുണ്ടാക്കൽ വരെയുള്ള മിക്ക കാര്യങ്ങളും ഞങ്ങൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പലതും പൂർത്തിയാകാതെ കിടക്കുകയാണ്. പൈസ കുറവും ആവശ്യങ്ങൾ കൂടുതലും ആളുകുറവും ആഗ്രഹങ്ങൾ അടങ്ങാത്തതുമാകുമ്പോൾ എല്ലാം തനിയെ ചെയ്യേണ്ടി വരുന്നതാണ്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ വരണം എന്ന് വെച്ച് വെച്ചു. അപ്പോൾ ആ ഗ്യാപ്പിലേക്ക് അത് സെറ്റായിരുന്നു. അത് നല്ലത്. പറയാൻ വന്നത്, നമ്മുടെ മുളന്തെട്ടി ഇടിഞ്ഞു പോയിട്ട് കുറച്ചായി. 1 വർഷത്തിനു മേലെ മുറ്റത്തിന് ഭംഗി തന്നെങ്കിലും നല്ലൊരു മഴയത്ത് നിങ്ങൾ വേറെ പണി നോക്കിക്കോ എന്ന് പറഞ്ഞ് എല്ലാം ഇടിഞ്ഞും ഒടിഞ്ഞും പതുക്കെ ദ്രവിച്ചും പോയി തുടങ്ങി. ബോംബ് വെച്ച് തകർക്കണോ എല്ലാം കൂട്ടിയിട്ട് കത്തിക്കണോ എന്നൊക്കെ ആലോചിച്ചെങ്കിലും സാവകാശം ഒരെണ്ണം കൂടി ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഇനി ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബലമുള്ളതും കൂടുതൽ കാലം നിൽക്കുന്നതുമായ ഒന്ന് വേണമെന്നാണ് ആഗ്രഹം. തോട്ടിമുള പൊളിക്കാതെ ചീകാതെ എടുക്കാമെന്ന് അങ്ങനെ തീരുമാനിച്ചതാണ്. പണിയും കുറയ്ക്കാം. അപ്പോൾ അങ്ങനെ തന്നെ തോട്ടിമുള എടുക്കാം. സമയം പോലെ ചെയ്തു നോക്കാം. മുടങ്ങാതെ വീഡിയോകൾ ചെയ്യണമെങ്കിൽ മുൻപ് പറഞ്ഞതുപോലെ സ്വന്തമായി നല്ലൊരു ക്യാമറ വേണമെന്ന് ഉറപ്പിച്ചു. പെട്ടെന്ന് പോയി ക്യാമറ വാങ്ങാനുള്ള സാമ്പത്തികം കയ്യിലില്ലെന്നറിയാവുന്നതുകൊണ്ട് ക്യാമറ സ്വപ്നം കണ്ടുറങ്ങാൻ ശീലിച്ചു. ഇതിനിടയിൽ 2018 പ്രളയവും 2019 ഉരുൾപൊട്ടലും കടന്നുപോയി. ഒന്നിച്ചു നിന്നാൽ ഇതല്ല ഇതിലപ്പുറവും നമ്മൾ ചാടിക്കിടക്കുമെന്ന് തെളിയിച്ച കാലഘട്ടം കൂടിയായിരുന്നു അത്. ഒരേ മനസ്സോടെ എത്ര കാര്യങ്ങളാണ് ആ സമയം നമ്മൾ ചെയ്തു തീർത്തത്. സഹായിക്കാൻ വേണ്ടി, സഹകരിക്കാൻ വേണ്ടി ഓരോരുത്തരും നെട്ടോട്ടം ഓടുന്ന കൂട്ടത്തിൽ സാരംഗിൽ നിന്ന് ഞങ്ങളും പുറപ്പെട്ടു. ചേട്ടനും ചേച്ചിയും ഞങ്ങൾ 4 പേരും കൂടിയായിരുന്നു യാത്ര. പൂവൻ്റെ പൂവ് പൂച്ചല്ല പൂവ്. ദുരിതാശ്വാസ ക്യാമ്പിലേക്കുള്ള സാധനങ്ങൾ അടുക്കിപ്പെറുക്കി തരംതിരിക്കുന്ന കളക്ഷൻ സെൻറ്ററിലേക്കാണ് ഞങ്ങൾ ആദ്യം എത്തിയത്. അവിടെ ഉണ്ടായിരുന്നവരുടെ കൂടെ 2 ഗ്രൂപ്പുകളായി പണികൾ തുടങ്ങി. ഓടിച്ചാടി നടന്ന് പണികൾ ചെയ്യാൻ കഴിയുന്ന നമ്മൾ കുറച്ചുകൂടി കഠിനമായ പണികൾ ചെയ്യുന്നതല്ലേ നല്ലത് എന്ന് ചേട്ടൻ ചോദിച്ചതായിട്ടാണ് ഓർമ്മ. അങ്ങനെ 8 മന ബണ്ട് പൊട്ടിയ വിവരവും അവിടെ പണികൾ നടക്കുന്ന വിവരങ്ങളും അറിയാനിടയായി. പണികൾ തകൃതിയായി നടക്കുന്ന സമയത്താണ് ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നത്. പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവരായി ഒരുപാട് പേർ അവിടെ ഉണ്ടായിരുന്നു. ചാക്കുകളിൽ മണൽ നിറയ്ക്കുന്നു, അടയ്ക്കാമരം വെട്ടുന്നു, ചുമന്നു ബണ്ടിനടുത്ത് എത്തിക്കുന്നു, മുളകൾ വെള്ളത്തിൽ അടിച്ചുറപ്പിക്കുന്നു. അങ്ങനെ പണികൾ കഠിനമായിരുന്നെങ്കിലും എത്ര സന്തോഷത്തോടെയും നിറഞ്ഞ മനസ്സോടെയുമാണ് ഓരോരുത്തരും അവരവരുടെ ചുമതലകൾ നിറവേറ്റിയിരുന്നത്. നമുക്കാവും വിധം ഇതിലെല്ലാം പങ്കെടുക്കാൻ കഴിഞ്ഞത് ഇന്നും മറക്കാനാവാത്ത ഓർമ്മകളിൽ ഒന്ന് തന്നെയാണ്. പണി കഴിഞ്ഞ് പോകുന്നേരം കുറേ പുതിയ കൂട്ടുകാരെ കൂടി അവിടെ നിന്നും കിട്ടി. അതിൽ ചിലരുമായി കുറച്ചു കാലം സംസാരിക്കാറുണ്ടായിരുന്നു. പിന്നീട് എല്ലാവരും അവരവരുടെ തിരക്കുകളിലേക്ക് മാറി. ഈ 2 വർഷവും ഓണം ആഘോഷിക്കാൻ കഴിയാവുന്ന മാനസികാവസ്ഥയിലായിരുന്നില്ല നമ്മൾ മലയാളികൾ. വരാനിരിക്കുന്ന വർഷങ്ങളിൽ ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കാതെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും പോകാൻ നമുക്കെല്ലാം കഴിയണേ എന്നൊരു ആഗ്രഹം എല്ലാവരെയും പോലെ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുമ്പോഴും ഇതിനെല്ലാം ആക്കം കൂട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മനുഷ്യരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട് എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. മറിച്ചുള്ള അഭിപ്രായങ്ങളുള്ളവരുണ്ടാകാം. അതിനെ മാനിച്ചുകൊണ്ട് ഞങ്ങളുടെ അഭിപ്രായം എവിടെയെങ്കിലും പറയണം എന്ന് ഞങ്ങൾക്ക് തോന്നി. കഴിഞ്ഞ കാലത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അക്കാലയളവിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ വിലയിരുത്താനായി ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു. പ്രളയം ആളുകളിൽ ഫീൽ ചെയ്യിക്കണം, മനുഷ്യരുടെ അവസ്ഥകൾ ഫീൽ ചെയ്യിക്കണം. ചിന്തിക്കാതെ നമ്മൾ ഓരോരുത്തരും ചെയ്തു പോരുന്ന കാര്യങ്ങൾ ഇതിനെല്ലാം ആക്കം കൂട്ടിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കാൻ ഈ വീഡിയോ കാരണമാകണം. ഒരു പുത്തൻ പ്രതീക്ഷ ഉണ്ടാകണം.
ഞങ്ങളുടേത് കഞ്ഞി പ്രൊഡക്ഷൻസ് ആയതുകൊണ്ട് ഇതൊക്കെ എങ്ങനെ താങ്ങും എന്നൊരു ചിന്ത മനസ്സിൽ തോന്നിയിരുന്നു. എന്തായാലും പിന്നോട്ടില്ലെന്ന് ഉറപ്പിച്ചു. ഇത്തരം വലിയൊരു വിഷയത്തെ 4 പേരുടെ മാത്രം കയ്യിലൊതുങ്ങുന്ന തരത്തിൽ എങ്ങനെ വീഡിയോ ചെയ്യാമെന്ന ചിന്ത 2 ദിവസം എല്ലാവരുടെയും തലയിലോടി. ഇതൊക്കെ ഇത് ഈ മഞ്ഞ ഇതായപ്പോഴേക്കും കുറച്ചുകൂടെ പച്ചയായി, ഇതിൽ കുറച്ചുകൂടെ പച്ചയായി ലാസ്റ്റ് പച്ചയായി. മഴ വന്നാലും നല്ല വെളിച്ചം കണ്ടാലും ക്യാമറ എടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങുന്ന ഉണ്ണിയാർച്ചയ്ക്ക് മഴയത്ത് വെള്ളത്തിൽപ്പെട്ട ഒരു ഉറുമ്പിൻ്റെ സീൻ കിട്ടി. വെള്ളത്തിൽ ഒരു ഉറുമ്പ്, അങ്ങനെ ബൾബ് കത്താൻ തുടങ്ങി. മനുഷ്യർക്ക് പകരം ഉറുമ്പുകൾ മതി. ഉറുമ്പുകളും വെള്ളവും ഒക്കെ കാണിച്ച് പ്രളയം മനസ്സിലാക്കിക്കാം. 1 ഇനി മഴ, അതിനായി ഒരു സ്പ്രെയർ വീട്ടിലിരിപ്പുണ്ട്, അതെടുക്കാം. ഇനി ഉരുൾപൊട്ടൽ. വാട്ടർ ഷെഡ് എന്താണെന്ന് പഠിക്കുന്നതിൻ്റെ ഭാഗമായി മണ്ണും പായലും കുഞ്ഞു കമ്പുകളും കല്ലുകളും വെള്ളവും ഒക്കെ ഉപയോഗിച്ച് മലനിരകളുടെ കുഞ്ഞു മോഡൽ മുൻപ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മലനിരകളിലെ വൻമരങ്ങളായി ചെരവപ്പല്ലി, മഷിത്തണ്ട് പോലുള്ള ചെറിയ ചെറിയ ചെടികളാണ് ഉപയോഗിച്ചിരുന്നത്. പുൽമേടും അടിക്കാടും കാണിക്കാൻ പച്ചല അരച്ചതും ചാരവും ഒക്കെ ഉപയോഗിച്ചിരുന്നു. ഇതെല്ലാം ഇവിടെയും ചെയ്യാം. അങ്ങനെ ഉരുൾപൊട്ടലിനുള്ള മലയും റെഡി. ഇനി മരം വെട്ട്, മണ്ണിടിക്കൽ, പാറ പൊട്ടിക്കൽ തുടങ്ങി മനുഷ്യർ ചെയ്യുന്ന പ്രവൃത്തികൾ കൂടി വേണം. മരം വെട്ടുന്നതും പാറ പൊട്ടിക്കുന്നതും മണ്ണെടുക്കുന്നതും മാത്രമാണ് ഉരുൾപൊട്ടലിനുള്ള കാരണങ്ങൾ എന്നല്ല, മറിച്ച് എവിടെയും എന്തും ആകാം എന്ന രീതിയിലുള്ള പോക്കിനോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട് എന്നതാണ്. നമ്മുടെയൊക്കെ അശ്രദ്ധ കൊണ്ടുകൂടി സംഭവിച്ച ഇതുപോലുള്ള പല പ്രവർത്തനങ്ങളും ഇതിനെല്ലാം ആക്കം കൂട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഓ, ഇവിടെ ഒരു തുറുണ്ടല്ലേ? ഇതേതുവരെ കണ്ടിട്ടില്ലല്ലോ. പാമ്പല്ല. പറഞ്ഞു നിർത്തിയത് മണ്ണിടിക്കൽ, കല്ലെടുക്കൽ തുടങ്ങിയ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തണം. ഒരു JCB എന്തായാലും വേണം. കുറച്ച് ടിപ്പർ ലോറികളും വേണം. മനുഷ്യർക്ക് പകരം ഉറുമ്പാണെങ്കിൽ JCBയും മറ്റു വണ്ടികളും ഉത്സവത്തിന് കിട്ടുന്നത്. ഗുണമോ മെച്ചം, വിലയോ തുച്ഛം. മറക്കാതെ വീഡിയോയിൽ ചേർക്കേണ്ട ഒന്നുകൂടിയുണ്ട്, ബോട്ട്. അതെന്തിനാണെന്ന് പറയേണ്ടതില്ലല്ലോ. അങ്ങനെ ഒരു കളിവഞ്ചി കൂടി വേണമെന്ന് ഉറപ്പിച്ചു. അത് നമുക്കുണ്ടാക്കാം. ഇനി സംഗീതം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ ഓണം ഫീൽ കൊണ്ടുവരണം. ആരഭി പോലെ ഒരു രാഗമെടുത്താൽ ഓണം ഫീൽ ഉറപ്പാണ്. വണ്ടു മുരണ്ടു പറഞ്ഞു, ചെണ്ടു കുനിഞ്ഞു കുനിഞ്ഞു കൊടുത്തു, വണ്ടത്താനേ തേനൂട്ടാൻ, മണ്ടച്ചാരാ ചെണ്ടിൽ തൂങ്ങി, തണ്ടുമുടിച്ചു കടന്നു കളഞ്ഞു, സമയാനികിതകൂമാടലാടനെ ദസരി മാമരി സരി മബദ ശരീരി സരി മകരീരി സരി സനി ദപ മകരി സരി മ പാപ മകരി സരി മ സമയാനികി തകൂമാടലാടനെ. പക്ഷെ നല്ലത് അത്ര നല്ലതില്ല. മനസ്സിലേക്ക് ഇടിച്ചു കയറാൻ പുല്ലാങ്കുഴലിനുള്ള കഴിവും അറിയാം. പഠിച്ചത് വെച്ച് പെരുക്കി അതെങ്ങനെയെങ്കിലും വായിച്ചെടുക്കാം. ബാക്കി പോരാത്തത് അരുണേട്ടൻ സ്റ്റുഡിയോയിൽ സെറ്റാക്കി തരും. അതും ഞങ്ങൾക്ക് ഉറപ്പാണ്. കേട്ട് ശീലിച്ച ഓണപ്പാട്ട് ഇത്തിരി കേൾപ്പിക്കണം. അത് നൽകുന്ന തൃപ്തി അത് വേറെ തന്നെയാണ്. അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ ചർച്ച അവസാനിപ്പിച്ചു. ഈ ചർച്ചകളെല്ലാം നടക്കുന്നത് ഫോൺ വിളിച്ച് സംസാരിച്ചും ചാറ്റ് ചെയ്തും ഒക്കെയാണ്. അന്ന് വിഷ്ണുചാട്ടനും ആളും കല്ലേറ്റുങ്കരയിൽ അവരുടെ വീട്ടിലും ഞാനും കണ്ണച്ചിയും അട്ടപ്പാടിയിലുമാണ്. എഴുതി വെച്ചില്ലെങ്കിലും തീരുമാനിച്ച കാര്യങ്ങളൊന്നും മനസ്സിൽ നിന്ന് പോകില്ല. അത്രയ്ക്കധികം ആലോചന ഈ കാര്യങ്ങളിലെല്ലാം കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ 4 പേരും കല്ലേറ്റിങ്ങരയിൽ ഒരുമിച്ച് വന്ന ദിവസം വണ്ടികൾ വാങ്ങാൻ പോകാൻ തീരുമാനമായി. കൊടകര ബസ് സ്റ്റാൻഡിന് പുറകിലുള്ള ഷോറൂമിൽ നിന്നും കൂറ്റൻ വണ്ടികളുമായി ചെറിയ KSRTCയിൽ കയറി 4 പേരും സാരംഗിലേക്ക് യാത്ര തിരിച്ചു. യാത്രയ്ക്കിടയിൽ ക്യാമറയും വാടകയ്ക്ക് ഒപ്പിച്ചിരുന്നു. അന്നത്തെ യാത്ര ബസ്സിലായിരുന്നു. മാരുതി അന്ന് എടുക്കാത്തതിൻ്റെ കാരണം ഇപ്പോഴും ഓർമ്മയില്ല. പിറ്റേന്ന് രാവിലെ തന്നെ ഷൂട്ടും സെറ്റിടലും തുടങ്ങി.
രാവിലത്തെ നല്ല വെളിച്ചത്തിൽ സ്പ്രേ ചെയ്യിച്ച് മഴയുണ്ടാക്കി മഴ ഷൂട്ട് തീർത്തു. ഇനിയാണ് പ്രധാന പണി. മണ്ണെടുക്കുന്നു, പായലെടുക്കുന്നു, കള പറിക്കുന്നു, മിക്സിയിലിട്ട് ഇലകൾ പൊടിച്ചെടുക്കുന്നു, ചാരം വാരിയെടുക്കുന്നു. അങ്ങനെ ചിന്തിച്ചു കൂട്ടിയതെല്ലാം ഓരോന്നായി മെനഞ്ഞെടുത്ത് മലനിരകൾ ഉണ്ടാക്കി. പാട്ട് പാടാം. ഡോണ്ട് അലമ്പാക്കൽസ്. Let me sing a song. അയ്യോ എന്താ കളിയേ? ഒരു കുഴപ്പമില്ല. ഇതെന്താ പൊടിച്ചേ? ഇത് മാതംകുല്ലും ചന്ദനം. നമ്മളന്ന് മറ്റേ സപ്പോർട്ടയുടെ ഇതല്ലേ എടുത്തത്. ഉരുൾ പൊട്ടിക്കുമ്പോൾ ക്യാമറയിലേക്ക് വെള്ളം തെറിക്കാതിരിക്കാൻ ഒരു ഗ്ലാസ്സും ഓടിപ്പോയി സംഘടിപ്പിച്ചു. മലനിര പൊട്ടിക്കും മുൻപ് എടുക്കാനുള്ള ഷോട്ടുകളെല്ലാം എടുത്തു. ഇനി പൊട്ടിക്കാം. അടുത്ത ഞാൻ ഒഴിക്കട്ടെ. ഇങ്ങനെ തന്നെ ഇരിക്കല്ലേ? ഇനിയിപ്പോ മാറ്റണ്ടല്ലോ. അടുത്ത പക്കത്ത് ഞാൻ ഒഴിക്കാം. ഒഴിക്കട്ടെ? അങ്ങനെ അതും കഴിഞ്ഞു. അടുത്തത് വള്ളം. ഇല കൊണ്ട് ഒരു കളിവഞ്ചി ഉണ്ടാക്കി 4 പേരും ചെക്ക് ഡാമിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ അതും ഭംഗിയായി തീർത്തു. അങ്ങനെ ഒരു ദിവസം കൊണ്ട് ഷൂട്ട് കഴിഞ്ഞു. ക്യാമറയും തിരിച്ചു കൊടുത്തു. ഏത് കാര്യമാണെങ്കിലും ഞങ്ങൾക്ക് 4 പേർക്കും പറ്റാവുന്നതിൻ്റെ പരമാവധിയിൽ ചെയ്യാനാണ് എപ്പോഴും ശ്രമിക്കാറ്. അങ്ങനെ ഇറക്കുന്ന വീഡിയോകൾ കാണാനും ആസ്വദിക്കാനും ഞങ്ങളും ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്ന വീട്ടുകാരും കുറച്ച് സുഹൃത്തുക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് അന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത. എന്നാലും ഊർജ്ജത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും ശരി, ഞങ്ങൾക്ക് ഇതുപോലെ ഓരോന്നും ചെയ്താലേ ജീവിതം നീങ്ങുന്നതായി തോന്നുകയുള്ളൂ. വെള്ളം കൂടുമ്പോ മതി. താഴ്ത്തി താഴ്ത്തി കടിക്കണ്ട 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 താഴ്ത്തി താഴ്ത്തി തീ ജഗ താഴ്ത്തി താഴ്ത്തി. അത് താഴ്ത്തി തീയല്ലേ ഉള്ളൂ. അതായിരിക്കും താഴ്ത്തി. താഴ്ത്തി എവിടെ? താഴ്ത്തി താഴ്ത്തി. ഞാൻ പറഞ്ഞായിരിക്കും. അതന്നെ താഴ്ത്തി 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 താഴ്ത്തി. കാറ്റാണോ അവൻ ഉദ്ദേശിക്കുന്നത്? താഴ്ത്തി തന്നെയാ പറയണത്. ഉദ്ദേശിക്കണെന്നറിയില്ല. മാവേലി നാടുവാണിയിടും കാലം പുല്ലാങ്കുഴലിൽ ഒരുപാട് തവണ വായിച്ച് ആ ഫീല് മനസ്സിലേക്കാക്കി. റെക്കോർഡിങ്ങിന് ബേസ് വോയിസ് ഉള്ള പുല്ലാങ്കുഴൽ നന്നായിരിക്കുമെന്ന് തോന്നിയതിനാൽ ആ പാട്ടിൻ്റെ ഭാവത്തോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ വെറുതെ ഓരോന്നും വായിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരുന്നു. ഇനി കുഴപ്പമില്ല, പോകാം, റെക്കോർഡ് ചെയ്യാമെന്ന പരുവമായപ്പോൾ അരുണേട്ടനെ വിളിച്ച് ഒഴിവുള്ള ദിവസങ്ങൾ നോക്കി റെക്കോർഡിങ്ങിന് ഡേറ്റ് ഉറപ്പിച്ചു. സ്റ്റുഡിയോ വേറൊരു ലോകമാണ്. രാത്രിയും പകലും ഇല്ലാത്തൊരിടം. വാച്ച് നോക്കിയാൽ സമയം നീങ്ങുന്നതറിയാം, അത്ര തന്നെ. 4 മിനിറ്റുള്ള വീഡിയോ അരുണേട്ടനെ കാണിച്ചു. ഞങ്ങളുടെ മനസ്സിലുള്ള സംഗീത സ്വപ്നങ്ങൾ കുടഞ്ഞിട്ടു. ടൈറ്റാനിക് തീം മ്യൂസിക്കിനോട് കിടപിടിക്കണം. പിന്നെ ഒത്തൊരുമിച്ച് ഇതായാലോ, ഇങ്ങനെ വയ്ക്കാമോ, ഓ അത് കൊള്ളാം, ഇത് മാറ്റിയാലോ, അങ്ങനെയൊക്കെ ചോദിച്ചും പറഞ്ഞും ഞങ്ങളെല്ലാവരും കൂടി ആ കൃത്യമങ്ങ് നിർവഹിച്ചു. ഓരോന്നും കൂട്ടിച്ചേർത്ത് കേൾക്കുമ്പോഴും ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞു വന്നു.
ഇതിൽ കൂടുതൽ ചെയ്യണമെങ്കിൽ ഇനിയും പഠിക്കേണ്ടി വരുമെന്ന് തോന്നുമ്പോൾ നിർത്തും. അങ്ങനെ പിന്നെയും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മിനുക്കുപണികളെല്ലാം തീർത്ത് അരുണേട്ടൻ ഓഡിയോ ട്രാക്ക് അയച്ചു തന്നു. എഡിറ്റിങ്ങിനായി ഉണ്ണിയാർച്ച വക കുറച്ച് ദിവസം. ഇതുപോലെ ചില കാര്യങ്ങൾ രഹസ്യമായാണ് ഞങ്ങൾ ചെയ്യാറുള്ളത്. ഞങ്ങളൊരു വീഡിയോ ചെയ്യുകയാണ് എന്ന് മാത്രമേ അച്ഛനോടും അമ്മയോടും പറഞ്ഞിരുന്നുള്ളൂ. അതെന്താണ് എങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. എഡിറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ 4 പേരും കണ്ട് കൊള്ളാം, ഇനി എല്ലാവരെയും കാണിക്കാമെന്നായപ്പോഴാണ് ഈ വീഡിയോ അച്ഛനെയും അമ്മയെയും കാണിക്കുന്നത്. അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കണ്ടു കഴിഞ്ഞപ്പോൾ 2 പേരുടെയും കണ്ണ് നിറഞ്ഞിരുന്നു. ഓണം ആഘോഷിക്കാൻ കഴിയാതെ ഒരു ചിങ്ങമാസം കൂടി. തിരുത്താൻ നമ്മൾ തയ്യാറായിരുന്നുവെങ്കിൽ നമുക്ക് ഇത്രയും നഷ്ടം വരുമായിരുന്നു. കേരളം എന്ന കൊച്ചു കുടുംബത്തിലെ വേണ്ടപ്പെട്ട പലരെയും നമുക്കിത് നഷ്ടമായിരിക്കുന്നു. ഇനിയും നമ്മൾ തിരുത്താൻ തയ്യാറായിട്ടുണ്ടോ? നമ്മളിതെങ്ങോട്ടാണ്? കാലങ്ങളായി നമ്മൾ ഓരോരുത്തരും ചെയ്തു കൂട്ടിയ അരുതായ്മകൾ ഈ പ്രശ്നങ്ങൾക്ക് ആക്കം കൂട്ടിയിട്ടില്ലേ? അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച തെറ്റുകളും ഉണ്ടാകാം. പക്ഷേ അറിവുള്ളവർ പറയുമ്പോൾ നമ്മൾ കേൾക്കാൻ തയ്യാറാകണമായിരുന്നു. നമ്മളുടെയും വരും തലമുറയുടെയും സന്തോഷവും സമാധാനവുമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ മാറാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഞങ്ങൾക്കൊരു സ്വപ്നമുണ്ട്. ലോകം മുഴുവൻ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുന്ന നാളുകൾ, എന്നെന്നും സന്തോഷത്തിൻ്റെ ഓണനാളുകൾ. അത്തരത്തിലൊരു ഓണം ഞങ്ങൾ സ്വപ്നം കാണുന്നു. അങ്ങനെ 2020 കടന്നുപോയി. 2021 അച്ഛൻ്റെയും അമ്മയുടെയും പഴയകാല സുഹൃത്തുക്കളായ TP പത്മനാഭൻ മാഷും VC ബാലകൃഷ്ണൻ മാഷും സുജ്യോതി ചേച്ചിയും ഷാജു ചേട്ടനും സാരംഗിൽ വന്ന് ഒരു ദിവസം ഇവിടെ താമസിക്കാനിടയായി. TP പത്മനാഭൻ മാഷിൻ്റെ മകളാണ് സുജ്യോതി ചേച്ചി. സുജ്യോതി ചേച്ചിയുടെ മോനും ഷാജു ചേട്ടൻ്റെ മകളും കൂടെ ഉണ്ടായിരുന്നു.
അന്ന് സാരെങ്കിൽ അച്ഛനും അമ്മയും കണ്ണേച്ചിയും ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാത്രി എല്ലാവരും കൂടി തീ കാഞ്ഞ് പഴയ കഥകൾ പറഞ്ഞ് കുറേ നേരം ഇരുന്നു. രാവിലെ താഴെ ചെക്ക് ഡാം കാണാൻ പോയി. ഷാജിച്ചാട്ടൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ പഴയ കഥകളും തമാശകളും സാരംഗിൻ്റെ ചരിത്രവും ഒക്കെ പറഞ്ഞ് സമയം പോയി. ഇതിനിടയിൽ എപ്പോഴോ എനിക്ക് ക്യാമറ വാങ്ങാൻ ആഗ്രഹമുണ്ടെന്ന് സുജ്യോതി ചേച്ചി മനസ്സിലാക്കി. അങ്ങനെ ഞങ്ങളോട് യാത്ര പറഞ്ഞവർ തിരിച്ചുപോയി. ജീപ്പിനാണ് സാരംഗിൽ നിന്നും പോകുന്നത്. അവരെ യാത്രയാക്കി അമ്മയുടെ നേരെ തിരിഞ്ഞ് ഞാൻ നടന്നു വരുമ്പോൾ അമ്മ കൈ തുറന്നൊരു സ്വർണ്ണമാല കാണിച്ചു. സുജ്യോതി ചേച്ചിയുടെ മാല, ചേച്ചിയുടെ കഴുത്തിൽ കിടന്നിരുന്ന മാല. ഉണ്ണിയാർച്ചയ്ക്ക് ക്യാമറ വാങ്ങാൻ എന്ന് പറഞ്ഞ് അമ്മയുടെ കയ്യിൽ അത് കൊടുത്തിട്ട് പോയി. എനിക്കൊരു ഷോക്കായിരുന്നു ആ സംഭവം. അമ്മ അത് വാങ്ങിയല്ലോ എന്നോർത്ത് ദേഷ്യവും വെപ്രാളവും കരച്ചിലും ആകെ ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു. ചേച്ചി അത് തന്നപ്പോഴേ തിരിച്ചു കൊടുക്കാമായിരുന്നില്ലേ, വേണ്ട എന്ന് പറയാമായിരുന്നില്ലേ എന്നാണ് അമ്മയോട് ഞാൻ ആദ്യം ചോദിച്ചത്. ഞാൻ അതിനൊക്കെ ശ്രമിച്ചു മോളെ എന്ന അമ്മ. യാത്ര പറഞ്ഞിറങ്ങി വണ്ടിയിൽ കയറുന്നതിന് തൊട്ട് മുൻപാണ് പെട്ടെന്ന് അമ്മയുടെ കയ്യിൽ ചേച്ചി ഇത് കൊടുക്കുന്നത്. അമ്മയും ഞെട്ടിപ്പോയി. സ്വർണ്ണമാണ്, അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് ചേച്ചിയെ വിലക്കി. അതുവരെ കഴുത്തിൽ കിടന്നിരുന്ന മാലയാണ്. കൂടെയുള്ളവരോട് ആരോടും പറഞ്ഞിട്ടില്ല. വീട്ടിലുള്ളവർ അറിഞ്ഞാൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാവും. ഇതൊക്കെ ആ സമയത്ത് വെപ്രാളത്തോടെ അമ്മ ഓർത്തു. വാങ്ങാതിരിക്കാൻ ശ്രമിച്ചു, തിരിച്ചു കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷെ അതെല്ലാം മറികടന്ന് അമ്മയുടെ കയ്യിൽ മാല പിടിപ്പിച്ച് കൂടെ വന്നവർ അറിയരുതെന്നും ടീച്ചർ ബഹളം വയ്ക്കരുതെന്നും സ്നേഹത്തോടെ പറഞ്ഞാണ് ചേച്ചി വണ്ടിയിൽ കയറിയതത്രേ. ഇതെല്ലാം കണ്ടുകൊണ്ട് അച്ഛൻ അപ്പുറത്തുണ്ടായിരുന്നു. എന്താണ് സംഭവമെന്ന് അച്ഛന് മനസ്സിലായതുമില്ല. സന്തോഷമല്ല തോന്നിയത്, സങ്കടവുമല്ല. ഒരു ഷോക്ക് തന്നെയായിരുന്നു എനിക്ക്. ഞാൻ കുറേ കരഞ്ഞു. സങ്കടം കൊണ്ടല്ല, എന്നാൽ ആനന്ദാശ്രുവുമല്ല. ഒരു ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ച പോലെ, എൻ്റെ മേലെ ഒരു പ്രതീക്ഷ കണ്ട പോലെ. എനിക്ക് വേണ്ടി, സാരംഗിന് വേണ്ടി, അതും ക്യാമറ വാങ്ങാൻ. കുറേ നേരം ആ ഞെട്ടലിൽ നിന്നുകൊണ്ട് ഞങ്ങൾ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടേയിരുന്നു, പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇതെന്നെങ്കിലും തിരിച്ചു കൊടുക്കണമെന്നായി ഞാൻ. അങ്ങനെ ചെയ്യരുത്, ചേച്ചി അത് അത്രയും സ്നേഹത്തോടെയും കരുതലോടെയും തന്നതാണ്. അതിനി തിരിച്ചു കൊടുത്താൽ അവർക്കത് വിഷമമാകും, അത് തെറ്റാണ് എന്ന അമ്മയും അച്ഛനും. എനിക്ക് പിന്നെയും സങ്കടം. ഗാന്ധിജി ഹരിജൻ ക്ഷേമനിധിക്കായി കേരളത്തിൽ പര്യടനം നടത്തിയതും 16-17 വയസ്സുള്ള കൗമുദി എന്ന പെൺകുട്ടി വേദിയിലേക്കെത്തി ആദ്യം വളകളും പിന്നീട് മാലയും കമ്മലും അങ്ങനെ എല്ലാ ആഭരണങ്ങളും അഴിച്ച് ഗാന്ധിജിക്ക് സമർപ്പിച്ചതുമായ ചരിത്ര സംഭവങ്ങൾ അച്ഛനും അമ്മയും ഓർമ്മിപ്പിച്ചു. അതുകൊണ്ട് വിഷമം വേണ്ട, ഇതൊരു ചരിത്രം തന്നെയാണ് എന്ന് വീണ്ടും വീണ്ടും അവർ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി. അച്ഛനും അമ്മയും പറഞ്ഞതുപോലെ ഇതൊരു ചരിത്രം തന്നെയാണ്. മനസ്സിലൊന്നും ഉറപ്പിച്ചു, എന്തു വന്നാലും ഈ മാല വിൽക്കുന്ന പ്രശ്നമില്ല. പിന്നീട് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ പലതവണ ആ മാല പണയം വെച്ചു. ഒരു സ്വർണ്ണവളയും നമ്മുടെ കയ്യിലുണ്ട്. അത് അമ്മയ്ക്ക് രമണിപ്പേർമ കൊടുത്തതാണ്. ഇത് രണ്ടുമാണ് സാരെങ്കിൽ ആകെയുള്ള സ്വർണം. പൈസ തീരുമ്പോൾ പണയം വെച്ചും പൈസയാകുമ്പോൾ തിരിച്ചെടുത്തും കുറച്ചു കാലം പോയി. അവസാനം പണയം വെച്ചത് തിരിച്ചെടുക്കാൻ കുറച്ച് വൈകിയെങ്കിലും ഇപ്പോൾ ഒരു നിധി പോലെ നമ്മുടെ കയ്യിൽ അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്നെങ്കിലും സുജ്യോതി ചേച്ചിക്ക് ഒരു ആവശ്യം വന്നാൽ ആ മാലയും കൂടെ ഞങ്ങളും ഇവിടെ ഉണ്ടാകും എന്നുകൂടി പറയട്ടെ. പിന്നെ ഒരു കോയിൻസിഡൻസ് കൂടെ ഉണ്ട്. കൗമുദി ടീച്ചർ കണ്ണൂരുകാരിയാണ്, സുജ്യോതി ചേച്ചിയും. പിന്നീട് ഇതുവരെ ചേച്ചിയെ കണ്ടിട്ടില്ല. ഞങ്ങളുടെ കല്യാണത്തിന് മുൻപും ശേഷവും ചേച്ചിയെ കാണാൻ പോകണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷെ നടന്നില്ല. എന്നെങ്കിലും പോകണം, ചേച്ചിയെ കാണണം. വീടിന് തൊട്ടടുത്തുള്ള പറമ്പ് കൃഷിക്കായി കരുതി വെച്ചിട്ടുണ്ട്. പൂർണ്ണമല്ലെങ്കിലും പേരിനൊരു വേലിയും ഈ പറമ്പിന് ചുറ്റുമുണ്ട്. പേരിനുള്ള വേലിയായതുകൊണ്ട് പോരിന് പന്നിയുമുണ്ട്, കൂട്ടിന് കുരങ്ങും. ഇവരെല്ലാം എടുത്തിട്ട് മിച്ചമുണ്ടായിരുന്നെങ്കിൽ പോട്ടെന്ന് വെക്കാമായിരുന്നു. പേരിന് പോലും ബാക്കി വയ്ക്കാതെയാണ് ഇവർ ഓരോന്നും കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ കൃഷി ചെയ്യാൻ പേടിയാണ്. സമയവും ഊർജവും ചെലവാക്കി ചെയ്യുമ്പോൾ അതുകൊണ്ട് ഗുണമുണ്ടാകണമല്ലോ. തൽക്കാലം കൃഷി അവിടെ നിൽക്കട്ടെ, ചെയ്തിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിരുന്നതാണ്. പിന്നീട് തോന്നി പന്നിക്കും കുരങ്ങിനും വേണ്ടാത്ത മഞ്ഞളെങ്കിലും നടണമെന്ന്. പാവലും തക്കാളിയും ചീരയും കുമ്പളവും മത്തനുമെല്ലാം നമ്മൾ ആരും ഒന്നും ചെയ്തില്ലെങ്കിലും കാടുപോലെ ഉണ്ടായിക്കോളും. അങ്ങനെ ചെറുതായി വീണ്ടും കൃഷി തുടങ്ങാമെന്നും ഒരുപാട് വൈകാതെ വേലി ശരിപ്പെടുത്താമെന്നും തീരുമാനിച്ചു.
കൃഷിക്കായി പറമ്പൊരുക്കൽ നേരത്തെ ചെയ്യാറുണ്ട്. അതിവിടെ എളുപ്പമാണ്. അടിച്ചു കൂട്ടുന്ന കരിയില വാരിയെടുക്കുക, പറമ്പിലൊരു സൈഡിൽ നിന്നും പൊതയിട്ട് നിറയ്ക്കുക. മണ്ണിലേക്ക് നേരെ വെയിലടിക്കാതെ ഇതുപോലെ കരിയില മൂടി പറമ്പ് കടന്നാൽ തന്നെ അവിടെ ആവശ്യത്തിന് മണ്ണൊരുക്കൽ ജീവികൾ ചെയ്തിട്ടുണ്ടാകും. ചെറുതായി ഇങ്ങനെ കുഴിയെടുത്ത് അതിൽ മഞ്ഞൾ വെച്ച് ചാണകപ്പൊടിയോ ആട്ടിൻകാഷ്ടമോ ഇട്ട് മൂടി വയ്ക്കും. പിന്നെ നന്നായി കരിയില ഇട്ട് മൂടും. കുറച്ചു നാൾ കഴിഞ്ഞാൽ ഈ കരിയിലയും വളമായി മണ്ണായി മാറിയിരിക്കുന്നത് കാണാം. മണ്ണിൽ നിന്ന് മണ്ണിലേക്ക് എന്ന പ്രകൃതി നിയമം. ഇങ്ങനെ എന്നിട്ട് ഞാൻ കൊണ്ടുവരുമ്പോൾ എല്ലാം കൂടെ തലയോട്ട് മഞ്ഞളിന് പല രീതിയിൽ മണ്ണൊരുക്കുന്നതും തടമെടുക്കുന്നതും കണ്ടിട്ടുണ്ട്. ഇവിടെ നമ്മളും പല രീതിയിൽ തടമെടുക്കാറുണ്ട്. ഒന്നിങ്ങനെ പിന്നിങ്ങനെ. അങ്ങനെ 2021 കടന്നുപോയി, 2022 വന്നു. ഇതിനൊപ്പം ഞങ്ങളുടെ പ്രായവും കൂടി. ശത്രുദോഷം അല്ലാതെ എന്തു പറയാൻ. ഏപ്രിൽ മാസത്തിൽ സാരംഗിലെ ഞങ്ങളെല്ലാവരും കൂടി കുട്ടികൾക്കായി ഒരു വേനലവധി ക്യാമ്പ് സംഘടിപ്പിച്ചു. വിഷുക്കാലമാണ്. കഥ, കവിത, കുഞ്ഞു സിനിമ, ചിത്രം വര, കർണാടക സംഗീതം പരിചയപ്പെടൽ, വൃത്തിയും ചിട്ടയും തുടങ്ങി കുഞ്ഞുമക്കളിൽ നിറയ്ക്കേണ്ട എല്ലാ മൂല്യങ്ങളും ചേർത്തൊരു ക്യാമ്പ്. പത്ത് 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾ. ഇങ്ങോട്ട് വിളിച്ചാൽ ഇങ്ങോട്ടൊഴികെ വേറെ എങ്ങോട്ട് വേണമെങ്കിലും പോകാൻ തയ്യാറുള്ളവരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ചിരിച്ചേ അല്ലെങ്കിൽ എങ്ങനെയാ ചിരിക്കുക, അങ്ങോട്ട് ചിരിക്കേ, ചിരിക്കാണ്ടെങ്ങനെയാ. അന്നും ക്യാമ്പിന് വേണ്ടി ക്യാമറ വാടകയ്ക്കെടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. സ്ഥിരമായി വാടക കൊടുക്കുന്ന ഒരാളുടെ തഴക്കവും വഴക്കവും ഇതിനോടകം തന്നെ ഞങ്ങൾക്കന്ന് വന്നിരുന്നു. ക്യാമ്പിന് അവസാന 2 ദിവസങ്ങളിൽ ഒരു കുഞ്ഞു സിനിമ എടുക്കാനുള്ള ശ്രമവും ഞങ്ങൾ നടത്തി. മണ്ടന്മാരായ ശിഷ്യരെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഗുരുവിൻ്റെ കഥയാണ് അതിന് തിരഞ്ഞെടുത്തത്. ഒരുപാട് ചിരിച്ച 1-2 ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. സൈലൻസ്. Mais demain je vais en France. Guru, 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 Guru. പാർവതി ചേച്ചിയുടെ മക്കളൊഴികെ ബാക്കി എല്ലാവരും ക്യാമ്പ് കഴിഞ്ഞ് തിരികെ പോയി. ശങ്കരനെയും നാരായണനെയും കൊണ്ടുപോകാനായി ചേച്ചിയുടെ അമ്മയും സഹോദരൻ ശ്രീകാന്തേട്ടനുമാണ് വന്നത്. അവരിവിടെ ഒരു ദിവസം താമസിക്കാനിടയായി. അന്ന് നമ്മുടെ പറമ്പിൽ കൃഷി ചെയ്യാനായി കുറച്ച് പണികൾ കൂടി നടക്കുന്ന സമയമാണ്. പിറ്റേന്ന് രാവിലെ ശ്രീകാന്തേട്ടനും ഞങ്ങളോടൊപ്പം പണികൾക്ക് കൂടി. പതിവ് പോലെ പണികൾക്കിടയിൽ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. സംസാരം നീണ്ടു യൂട്യൂബ് ചാനലിലെത്തി. ശ്രീകാന്ത് ചേട്ടനാണ് കയറ്റം സിനിമയെപ്പറ്റി ഞങ്ങളോട് പറഞ്ഞത്. ഐഫോണിൽ ഷൂട്ട് ചെയ്ത മഞ്ജു വാര്യർ സിനിമ. ഐഫോണിൽ സിനിമ പോലും എടുക്കാമല്ലോ എന്ന്. ക്യാമറയുടെ വിലയൊക്കെ തപ്പി ഒരു ലോണും എടുത്ത് തികയാത്തതിന് EMI ഇട്ട് ഒരു ക്യാമറ വാങ്ങാം എന്ന് മനസ്സിൽ കരുതിയിരുന്ന ഞങ്ങളുടെ അടുത്തേക്ക് എത്തിയ വിലപ്പെട്ട സന്ദേശം. അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയ ഞങ്ങൾ കയറ്റം സിനിമയുടെ വിഷ്വൽസ് കണ്ടു നോക്കി. കൊള്ളാം. ഇനി ഐഫോണിന് എത്ര രൂപയാകുമെന്ന് കൂടി നോക്കണം. അതും നോക്കി. ഞങ്ങൾ മനസ്സിൽ കണ്ടുവച്ച ക്യാമറയ്ക്ക് കൊടുക്കേണ്ടതിൻ്റെ 1/3 തുകയ്ക്ക് ഇത് കിട്ടും. അങ്ങനെയെങ്കിൽ ആഗ്രഹങ്ങൾക്ക് വലിയ വില കൊടുക്കാതെ സമയം കളയാതെ ഇതിൽ തുടങ്ങാമെന്നുറച്ചു. അതുവരെ ഐഫോൺ എന്ന് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, വലിയ സംഭവമാണെന്ന് അറിയാം എന്നൊക്കെ അല്ലാതെ വിശദമായ കാര്യങ്ങൾ അറിയില്ലായിരുന്നു. കാരണം അതുവരെ അങ്ങനെ ഒരു ആവശ്യം വന്നിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ പിന്നാലെ പോയിട്ടുമില്ല. ഞങ്ങളിത് അന്വേഷിക്കുമ്പോൾ ഐഫോൺ 13 സീരീസ് ഇറങ്ങി കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ സമയമാണ്. ലേറ്റസ്റ്റ് ഐഫോൺ മോഡൽ ഏതാണെന്ന് സെർച്ച് ചെയ്ത് ഓരോന്ന് നോക്കിയും വായിച്ചും മനസ്സിലാക്കി. ഐഫോൺ 13, 13 Pro, 13 Pro Max അങ്ങനെ 3 തരമുണ്ട്. അതിലേത് വേണം ആകെ സംശയമായി. ക്യാമറയ്ക്ക് ഏതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് നോക്കി. സംശയമില്ല 13 Pro Max ആണ്. എന്നാൽ അത് എടുക്കാമെന്ന് ഞാൻ. പക്ഷേ നോക്കിയപ്പോൾ 3ൻ്റെയും വില തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതിൽ തന്നെ സ്റ്റോറേജ് കൂടുന്നതിനനുസരിച്ച് വീണ്ടും വിലയിൽ മാറ്റമുണ്ട്. വീണ്ടും സംശയമായി. പൈസ ഉണ്ടാക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ട് ചെറുപ്പം മുതലേ അറിയാവുന്നതുകൊണ്ട് ചിലവാക്കുമ്പോൾ 100 വട്ടം ആലോചിക്കുന്നത് എന്നേ ശീലമായി കഴിഞ്ഞിരിക്കുന്നു. എന്നാലും വാങ്ങുമ്പോൾ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലത് വേണമെന്നായിരുന്നു എനിക്ക്. ഉണ്ണിയാർച്ചയ്ക്കും അങ്ങനെ തന്നെ. പക്ഷേ EMI അടച്ചെത്തുമോ എന്നുള്ള പേടി. അതുകൊണ്ട് Pro Max വേണ്ട എന്നൊക്കെ ആദ്യം പറഞ്ഞു. ഏതാന്ന് വെച്ചാൽ എടുക്കും ഉണ്ണേച്ചി, നമുക്ക് നോക്കാമെന്ന് മാളു. എന്തെടുത്താലും വേണ്ടില്ല, ഞാനൊരു അഭിപ്രായം പറഞ്ഞ് കുളവാക്കുന്നില്ല, നിങ്ങൾ എടുക്കുന്ന കണ്ണേച്ചി. എന്തായാലും 4 പേരുണ്ടല്ലോ, നല്ല ആരോഗ്യവും ഉണ്ട്. കൂലിപ്പണി എടുത്ത് ഞങ്ങൾക്ക് ഇതിനൊക്കെ മുൻപേ ശീലവും ഉണ്ട്.
കൂലിപ്പണിക്ക് പോയിട്ടാണെങ്കിലും നമ്മളിത് അടയ്ക്കും. അങ്ങനെ എല്ലാ വശങ്ങളും ആലോചിച്ച് ഏറ്റവും നല്ലൊരു തീരുമാനത്തിൽ അവസാനിപ്പിച്ചു. 13 Pro Max എടുക്കാം. നല്ല സ്റ്റോറേജ് സ്പേസ് വേണം. 1 TB കിട്ടുമോ എന്ന് അന്വേഷിച്ചു. അന്ന് അതിവിടെ കിട്ടാനില്ലായിരുന്നു എന്നാണ് ഓർമ്മ. അങ്ങനെ 512 എടുക്കാമെന്ന് തീരുമാനമായി. ക്യാമറയ്ക്ക് വേണ്ടതിൻ്റെ 1/3 മതിയെങ്കിലും അത് വേണ്ടേ? ക്യാമറ വാങ്ങാനും വേറെ ചില കാര്യങ്ങൾക്കുമായി ഞങ്ങളൊരു ലോൺ ഇതിന് മുൻപായി എടുത്തു വച്ചിരുന്നു. അത് ചിലവാക്കാതെ കയ്യിലിരിപ്പുണ്ട്. എന്നാലും ഈ ആവശ്യത്തിന് തികയില്ല. അതുകൊണ്ട് ഐഫോണിനുള്ള EMI സാധ്യത അറിയണം. അങ്ങനെ ചോദിച്ച് കല്ലേറ്റിൻകരയിലുള്ള പപ്പായ മൊബൈൽ ഷോപ്പിലെത്തി. ഫോൺ കണ്ടു. ഉണ്ണിയാർച്ചയ്ക്ക് പിന്നെയും ഒരു പേടി, ഇത് തെറ്റായ തീരുമാനമാണോ എന്ന്. വീണ്ടും അച്ഛനെയും അമ്മയും വിളിച്ചു. കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ പറഞ്ഞുറപ്പിച്ചു. നിങ്ങൾ ആലോചിച്ചില്ലേ, നിങ്ങൾക്ക് പറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും ആലോചിക്കാനില്ല, എടുക്കുക, ബാക്കി കാര്യങ്ങൾ തുടങ്ങുക എന്നേ അവർ പറയാറുള്ളൂ. എന്നാലും അത് ഒരു വട്ടം കൂടി കേട്ടപ്പോൾ ഒരു സമാധാനം. അങ്ങനെ പപ്പായയിൽ നിന്നും ഫോൺ കൈപ്പറ്റി. കൂട്ടത്തിൽ സേഫ്റ്റി ഗ്ലാസും ഫോൺ കവറും ഒക്കെ സംഘടിപ്പിച്ചു. അതുവരെ ഫോണിന് ഉപയോഗം കോൾ ചെയ്യാനും മറ്റുമാണെങ്കിൽ ഇത് ക്യാമറയ്ക്കാണ്. അതിനുവേണ്ടി മാത്രം. ക്യാമറയ്ക്ക് വേണ്ടി ഫോൺ. കൈക്കുഞ്ഞിനെ കൊണ്ട് നടക്കുന്ന ശ്രദ്ധയോടെ ഞങ്ങൾ ഐഫോൺ ക്യാമറ കുഞ്ഞിനെ കല്ലേറ്റിങ്കര വീട്ടിലെത്തിച്ചു. ഫോട്ടോകൾ എടുക്കുന്നു, വീഡിയോകൾ എടുക്കുന്നു, നോക്കുന്നു. കൊള്ളാം, നല്ല ക്വാളിറ്റി ഉണ്ട്. കണ്ണകിയായിരുന്നു പ്രധാന മോഡൽ. ഇനി സാരംഗിലെത്തിയാലേ പറമ്പ് മുഴുവൻ ഓടി നടന്ന് കാര്യമായ ഷൂട്ട് നടക്കുകയുള്ളൂ. അങ്ങനെ അടുത്ത ദിവസം കണ്ണകിയും ഉണ്ണിയാർച്ചയും ഫോണുമായി സാരംഗിലേക്ക് പുറപ്പെട്ടു. ഒരു പ്ലാസ്റ്റിക് ബോക്സിൽ വെൽവെറ്റ് തുണി വിരിച്ച് അതിലാണ് ഫോൺ കൊണ്ടു നടന്നിരുന്നത്. ഒരു തരത്തിലും പൊടിയും നനവും പറ്റരുത്, വീഴരുത്. അങ്ങനെ കാട്ടിലും വീട്ടിലും പറമ്പിലുമായി ഷൂട്ട് തുടങ്ങി. ഉണ്ണിയാർച്ചയ്ക്ക് നിരാശ. ക്യാമറ അത്ര പോരാ. പറഞ്ഞു കേട്ട പോലെയല്ല, വീഡിയോയിൽ കണ്ട പോലെയല്ല. ഒരു ഭംഗി വരുന്നില്ല. ആകെ സങ്കടം. രാത്രി എന്നെ വിളിക്കുന്നു, ഒരേ കരച്ചിൽ. കിട്ടിയതല്ലേ ഉള്ളൂ, സെറ്റിങ്സൊക്കെ മാറ്റി ഓരോന്നും നോക്ക്, അതൊക്കെ ശരിയാകുമെന്ന് ഞാൻ. ഫോൺ എടുത്തിട്ട് എത്ര ദിവസമായി? 2. ഇനിയും ഓരോന്നൊക്കെ മാറ്റി ട്രൈ ചെയ്തുകൂടെ? ചെയ്യാം. പിന്നെ എന്തിനാണ് കരയുന്നത്? വീണ്ടും കരച്ചിൽ. സമാധാനിപ്പിക്കുന്നു, കരയുന്നു, സമാധാനിപ്പിക്കുന്നു. ലാസ്റ്റ് എൻ്റെ വക. പോയാൽ പോട്ടെ, നമ്മളെല്ലാവരും കൂടി തീരുമാനിച്ചതല്ലേ, വേറെ ആരെയും ബോധിപ്പിക്കാനില്ലല്ലോ. വേണമെങ്കിൽ ഒരു മാസമോ വർഷമോ എടുത്തോളൂ. പറ്റുമോ എന്ന് മാക്സിമം നോക്കിയിട്ട് കരയാം, എന്നിട്ട് ബാക്കി ആലോചിക്കാം. അങ്ങനെ സമാധാനിപ്പിച്ചു. ഫോൺ വെച്ചു. നിങ്ങളുടെ ഹീറോ ഐഫോൺ പിന്നീട് എന്ത് ചെയ്തു? പ്രഥമന്മാരിലെ പ്രഥമൻ, സദ്യയിലെ പ്രധാനി. സാരംഗ് മുറം പോലെയാണ്, സാരംഗ് ചൂല് പോലെയാണ്, തൂണുപോലെ. ഒരേ സാധനങ്ങൾ ആവർത്തിച്ച് ഒരേ രുചിയിൽ കഴിക്കുമ്പോൾ സ്വാഭാവികമായും ചുവപ്പും കടും ചുവപ്പും പച്ചയും കടും പച്ചയും വെള്ളയും. തെങ്ങിന്റെ തിരിജടയിൽ നിന്ന് ആറ്റിലെ നീറ്റിലേക്ക് എടുത്തു ചാടി ഒരു കേരസുന്ദരി. പൊന്നിൽ കുളിച്ച മുത്തച്ഛൻ, മഞ്ഞൾ പറമ്പിലൂടെ മരത്തിൽ കായ്ച്ച സോപ്പ്, മണ്ണും വിണ്ണും സൂര്യനും ചേർന്ന് സൃഷ്ടിച്ചെടുത്ത അത്ഭുതം. പൂക്കും കുന്നിന്മേലൊരു കുഞ്ഞിളം കിളി പാടുന്നു, അമ്പലം ചുറ്റിയെത്തും പ്രാവുകളാരൻ പൊൻപാടം. ഇനി ഐഫോൺ വെച്ചൊരു കവർ സോങ്, അതും ട്രെയിനിൽ. അങ്ങനെ നിലമ്പൂർ റൂട്ടിലൊരു യാത്ര പ്ലാൻ ചെയ്തു. പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും എന്നാരും ചോദിച്ചില്ലെങ്കിലും കൈ നിറയെ കവർ സോങ് കൊണ്ടുവരാനായി ഞങ്ങൾ പുറപ്പെട്ടു. ട്രെയിൻ, ശ്രീവല്ലി, പാലുംവെള്ളം. ആഹാ, അന്തസ്. അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. ഞാൻ പാടണ്ടേ? ഇപ്പൊ മാള് പുറകോട്ടുണ്ടോ? അങ്ങോട്ട് കൈ കാണാം. ലൈറ്റ് ഇച്ചിരി പൊക്കി പിടിക്കാമോ? ലൈറ്റ് ഇടട്ടെ.